ഹലോ, നമസ്കാരം കൂട്ടുകാരെ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോയമാരുടെ മണ്ടത്തരങ്ങൾ. ഇന്ന് നമ്മളോടൊപ്പം നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആൻഡ് മൈ വെരി ഗുഡ് ഫ്രണ്ട് ഡോക്ടർ ഷാ സുൽത്താൻ കൂടെയുണ്ട്. വെൽക്കം ഡോക്ടർ ഷാ. ഇന്ന് കണ്ണാടിയൊക്കെ വെച്ചിട്ടാണല്ലോ ഓക്ലിയിലെ റെയ്ബാൻ മെറ്റ ഗ്ലാസസ് ഒക്കെ വെച്ചിട്ടാണല്ലോ. അപ്പം ലൈവായിട്ട് അവിടെയും പോവല്ലേ? യെസ്. സോ ഇവിടെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാവ് എ സെക്കൻഡറി റെക്കോർഡ്. ഐ ഓൾസോ ഹാവ് മൈ മെറ്റ ഗ്ലാസസ് വിച്ച് ഐ ബോട്ട് ഫ്രം ട്രിവാൻഡ്രം ആൻഡ് ദേ ആർ പ്രീറ്റി ഗുഡ്, റൈറ്റ്? സോ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ, ഇത് കുറേയൊക്കെ ഷായും കൂടി അയച്ചു തന്നാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇന്ന് അളക്കാം. ഇപ്പം വേറെ ഇതിനിടയിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. നമ്മൾ ഈ ചേരമാനസത്തിൻ്റെ കമൻറ്റുകൾ ലാസ്റ്റ് എപ്പിസോഡ് ചെയ്തതിന് ശേഷം, അതിന് മുൻപ് ചേരമാനസം അവതരിപ്പിക്കുന്നതിന് മുൻപ് ഞാനൊരു പ്രോമോ ഇട്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ബട്ട് ഒരു 12 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ രാത്രി ഞാൻ അത് പ്രോമോ ഇട്ടു. ഉടനെ ആ പ്രോമോ കഴിഞ്ഞ ഉടനെ തന്നെ അതിലൊരു 10, 100, 200 കമൻറ്റുകൾ. അത് അതിലിപ്പോൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ, പരശുരാമൻ മഴ എറിഞ്ഞതിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്, സംഗി, തീട്ടസംഗി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ കുറേ ആൾക്കാർ ഇത് നടന്ന സംഭവമല്ല എന്നൊക്കെ പറഞ്ഞിട്ടും കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ജനറലി ദി ഔട്ട്ലുക്ക് ഇസ് ഗുഡ്. മനസ്സിലായില്ലേ? നമ്മളിത് ചെയ്യുന്നത് കൊണ്ട്, ഈ ഇങ്ങനെയുള്ള പരിപാടികൾ, ഈ കോയമാരുടെ മണ്ടത്തരങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആൾക്കാർക്ക് ബോധം വരും എന്ന് തോന്നുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വി ആർ നോട്ട് ഗോയിങ് ടു മേക്ക് എനി മേജർ ചേഞ്ചസ്, ബട്ട് ആ ഡീസെൻസിറ്റൈസേഷൻ ഹാസ് ബിഗൺ. വേറെയും കുറേ ആൾക്കാരൊക്കെ ഈ ഉസ്താദന്മാരുടെ മണ്ടത്തരങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ് us start with this. ഞാൻ ഇതെല്ലാം ഒന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. സോ ഇറ്റ് മൈറ്റ് ബി ജെന്യുവൻ റിയാക്ഷൻസ്. ഉസ്താദന്മാരുടെ ജോലി എന്താവും AI വന്നാലേ? ഉസ്താദാസെ മെന്റർ, ഉസ്താദാസെ മുറബി, ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയൊക്കെ റീപ്ലേസ്. ഉസ്താദാസെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു, നോളജ് ഷെയർ, അത് റീപ്ലേസ് ചെയ്യപ്പെടും. ടീച്ചറാസെ മുറബി, ടീച്ചറാസെ മെന്റർ, ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ആ ഹ്യൂമൺ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡാറ്റ കൺട്രോളിലേക്ക് പോവാണ്. ഈ ഡാറ്റ മാനിപ്പുലേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തെ വരെ മാറ്റാൻ പറ്റും. അതാണ് ഡിസിഷൻ മേക്കറായി മാറുന്നത്. പക്ഷെ ഹ്യൂമൺ ഒരു മുറബിയായ ഉസ്താദ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പൊ ഉസ്താദ് എന്നുള്ള വാക്ക് മെന്റർ, ടീച്ചർ ആസ് എ മുറബി, ടീച്ചർ ആസ് എ മെന്റർ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ആളുകൾ അത് ഇഷ്ടപ്പെടും. സോ കോയമാർ ഗ്രാജ്വലി ചെറുതായിട്ട് ടെക്നോളജിയൊക്കെ എംബ്രേസ് ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 1920-24 പീരീഡിൽ സൗദി അറേബ്യയിൽ ടെലിഫോൺ വരുമ്പോൾ അവർ അംഗീകരിച്ചില്ല. അതായത് അന്നത്തെ രാജാവ് അവിടെ ടെലിഫോൺ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭയങ്കരമായ എതിർപ്പും ഇതൊക്കെ ഉണ്ടായി. അതായത് ഒരിക്കലും അപ്പുറത്ത് ഇബിലീസാണോ ഇരിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും, അതുകൊണ്ട് ഇത് നമുക്കിത് പറ്റില്ല. അതുകൊണ്ട് ഒരാൾ അപ്പുറത്ത് പോയിരുന്ന് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊക്കെ ഓതി, എന്നിട്ട് ഇപ്പുറത്ത് ഈ സാധനം കേട്ടു എന്ന് ഉറപ്പ് വരുത്തി, എല്ലാ ആയത്തും വരികളെല്ലാം കറക്റ്റാണോ? കറക്റ്റാണ്. അപ്പോൾ അതിനിടയിൽ കമ്പിക്കകത്ത് ഇബിലീസില്ല. അപ്പോൾ ഇവന്മാരുടെ ഒരു ഈ ടെക്നോളജി വരുമ്പോൾ ഇവരാരും ഈ ടെക്നോളജിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉടനെ എടുത്തുകൊണ്ട് വരും ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം, അൽ ഖവാറിസ്മി, ഇബിൻ സീന, അൽ കിന്ദി, ഇബിൻ ഹൈസം. ഇവന്മാരാരും ഇസ്ലാമിൻ്റെ ഇതുകൊണ്ടല്ല, ഇസ്ലാം അൽ ഗസാലി, ഇസ്ലാം ഇങ്ങനെ ഇവന്മാരെല്ലാം സലഫി വന്നപ്പോഴത്തേക്കും ഇതൊക്കെ അടിച്ച് അമർത്തി കംപ്ലീറ്റ് ഉണ്ടായി വന്ന ആ ഒരു പുരോഗമനം കംപ്ലീറ്റ് നശിപ്പിച്ചാണ്. ടെക്നോളജിക്കും പുരോഗമനത്തിനും ഒക്കെ തടസ്സം നിന്നിട്ടുള്ളതാണ് ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക വിശ്വാസം. ഇറ്റ് ഹാസ് നെവർ ബീൻ എ പ്രൊമോട്ടർ ഓഫ് ടെക്നോളജി, AI, forget about AI. ഈവൻ ഈ ക്യാമറ വന്നപ്പം, ഫോട്ടോഗ്രാഫി വന്നപ്പോഴത്തേക്കും അത് ഫത്വ ഇറക്കി. കാരണം ഇത് വിസയ്ക്ക് അല്ല, പാസ്പോർട്ടിൽ ഫോട്ടോ അടിച്ചാൽ മാത്രമേ സൗദി അറേബ്യയിൽ അങ്ങോട്ട് ആൾക്കാരെ കടത്തു. അപ്പോൾ ഉമ്മമാരും ഉപ്പപ്പമാരും ഒക്കെ
ഫോട്ടോ എടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ഫത്വ കൊണ്ടുവരേണ്ടി വന്നു. ഇതാണ് ഇവന്മാരുടെ ഒരു രീതി. ഇവരുടെ ഈ കൾട്ടിൻ്റെ, ഇതിനെ റിലിജൻ എന്ന് നമ്മൾ വിളിച്ചതിനെ ബാക്കിയുള്ള റിലിജൻസിനെ അവമാനിക്കരുത്. സോ ദിസ് ഇസ് ജസ്റ്റ് എ കൾട്ട്. അപ്പോൾ ഈ കൾട്ടിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ കാലം മാറുന്നതനുസരിച്ച് ഇവർ അവരുടെ ഗതികേട് കൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഉസ്താദ് വീഡിയോ ക്യാമറയുടെ മുമ്പിൽ ടെക്നോളജി ഉപയോഗിച്ച് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇത് എയർ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ഒരു ഒറ്റ സാധനം ഇവന്മാരുണ്ടാക്കിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഹൈദരാബാദിൽ നിന്നൊരു റോക്കറ്റ് വിക്ഷേപിച്ചു. അതിൽ എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. അതിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ അറബ് നാമധാരികളായിട്ടുള്ള എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു എന്ന്. പ്രൈവറ്റ് കമ്പനി, ഇറ്റ്സ് എ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ദാറ്റ് ലോഞ്ച്ഡ് എ കമേഴ്ഷ്യൽ റോക്കറ്റ് ഇൻ ടു സ്പേസ്. ഹൗ മെനി ഓഫ് ദീസ് ഗൈസ് were there? ഈ കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ഇവിടെ നിന്ന് എത്ര പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? സോ AI വരുമ്പോൾ ഇവന്മാർ അതിനെ ഇങ്ങനെ, എന്നാലും AI വന്നാലൊന്നും നടക്കില്ല. AI വന്ന് ഇവിടെ എല്ലാം തീർന്ന്, മനസ്സിലായില്ലേ? ഇവിടെ ഏത് ജോലിയാണ് AI എടുക്കാതിരിക്കാൻ പോകുന്നത്? എവ്രി ഏരിയ ഈസ് ഗോയിങ് ടു ബി ടേക്കൺ ഓവർ. അതൊക്കെ റുട്ടീനാണ്. നമ്മൾ ചെയ്യുന്ന ഏത് റുട്ടീൻ വർക്കും, എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ് ഈസ് ഓൾസോ റുട്ടീൻ. അതിലൊന്നും പ്രത്യേകിച്ച് മോളിൽ നിന്നൊന്നും കെട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഷാ, വാട്ട് ഡു യു തിങ്ക്? അതെ നിഷാദ്, കേൾക്കാലോ അല്ലേ? ഈ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് മാത്രമല്ല, ഇപ്പൊ നിഷാദ് ഇപ്പോ നമ്മുടെ വീഡിയോ ആയാലും ഇവര് വളരെ ഒരു 10, 200, 300, 400 വർഷങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നീടാണ് അവരത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതും അതിനെ മനസ്സിലാക്കുന്നതും. വളരെ പുറകെ സഞ്ചരിക്കുന്നവരാണ്. അത് ഇനി നമ്മൾ ഇനി കാണാൻ പോകുന്ന വീഡിയോകളിലായാലും ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു നടക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. അതെന്നൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഈ ഉസ്താദ്, മെന്റർ, AI എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതായത് AI വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഡേറ്റാബേസ് ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ ഡേറ്റാബേസും വന്നിട്ട് നമ്മുടെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വേഴ്സസ് ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ ഉസ്താദ് മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല. ആ മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല എന്നുള്ളതിന്റെ ഗ്യാരണ്ടി കൊടുത്തത് അങ്ങേരാണ്, ആ മൈക്കിന്റെ ഫ്രണ്ടിൽ ഇരുന്ന അങ്ങേരാണ്. ഇത്രയും അതായത് വിവരക്കേട് പറയാനായിട്ട് ഇങ്ങനെയുള്ള വിവരക്കേട് പറയാനായിട്ട് ഈ ഇസ്ലാമിന്റെ ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ അതേപടി ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഈ ഗോൾഡൻ ഏജ് പറഞ്ഞില്ലായിരുന്നു, ഈ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം ആക്ച്വലി അല്ലല്ല, ഇത് ഞാനും ഈ ചില ഇതിലൊക്കെ കണ്ടായിരുന്നു. ഇവര് ഈ ചില കോട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഈ അത് കോട്ട് കൊണ്ടുവരുന്നതിലും ഈ ഗോൾഡൻ ഏജ് അല്ല, അതിൽ ഇസ്ലാമിക് ആയിട്ടുള്ള പേരുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദങ്ങളൊക്കെ വരുന്നത് എടുത്തിട്ട് ഈ ഫ്ലാറ്റ് എർത്തിന് അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഇസ്ലാമിക് വരുന്നുണ്ട് പറഞ്ഞപ്പോ തീർക്കണ്ട. പിന്നെ ഈ ഹറാമായിട്ടുള്ള കാര്യം, മൈക്ക്, ടെക്നോളജി, വീഡിയോ, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇസ്ലാമിൽ ഹറാമാണ്. പക്ഷെ ഇതെല്ലാം വെച്ചിട്ടാണ് ഇന്നത്തെ ഇസ്ലാമിക് പുതിയ ഈ മെന്റേഴ്സും ഈ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇരിക്കുന്നത്. രസം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഷാഹിദ് പറഞ്ഞില്ലേ, ഇതിന് ന്യായീകരണമായിട്ട് വരും. ഈ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട്, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ലേ, എന്താണ് ഈ മണ്ടന്മാരിങ്ങനെ പണയണത്, എന്തിനാണ് ഇങ്ങനെ പണയണത്? ഈ 1400 ഇങ്ങനെ പറയണ ഒരുത്തനുണ്ടല്ലേ, ഷാർജയിൽ ഇരുന്ന് പറയണം, അവൻ ഇപ്പോൾ വരും ഷാ ഇപ്പം ന്യായീകരിക്കാനായിട്ട്. സി ദീസ് ഗൈസ് ആർ സോ ലൈക്ക് ടൈനി ഇൻ ദിയർ മൈൻഡ്സ്. ഷായുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്തില്ലേ, യൂണിക്കോണും ഷായും കൂടി ഇരുന്ന് റോസ്റ്റ് ചെയ്ത്, അത് എടുത്ത് വെച്ചിട്ടിരുന്ന് അലക്കി ഒരുത്തനുണ്ടല്ലേ, അലക്കാൻ ശ്രമിച്ചതാണ്. അതായത് മനുഷ്യനും കുരങ്ങനും ഈ ഒരു ഇത് പറഞ്ഞ് മടുത്തെന്നുള്ളതാണ്. തലയിൽ കയറില്ല ഇവന്മാർക്ക് ഇത് തലയിൽ കയറില്ല. കാര്യം ദേ ആർ കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ടു വാലിഡേറ്റ് ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ എന്ത് മണ്ടത്തരം ഉണ്ടോ, പുതിയതായിട്ട് എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് ഇതിനകത്തോട്ട് എങ്ങനെ ചേർക്കാൻ പറ്റുമെന്നാണ് ഇവർ നോക്കുന്നത്. അല്ലാതെ ഇതിനെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുക എന്നുള്ളൊരു തോന്നൽ ഇവർക്കില്ല. അങ്ങനൊരു ഇത് അവരെ കൊണ്ട് പറ്റില്ല. അപ്പം ഇപ്പോൾ ഈ കേട്ടതെന്ന് വെച്ചാൽ ഒരു തരം കോഗ്നിറ്റീവ് ഡിസണൻസ് ആണ്. ഇതെല്ലാം മുമ്പിൽ വരുന്നു. ഇപ്പം അടുത്ത് വരാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻ്റലിജൻസ്, ഇതിൻ്റെ ഈ ഇൽമ് പടച്ചവനിൽ നിന്നാണ് ഇൽമ് വരാൻ പോകണമെന്നാണ് പറയണത്. അപ്പോൾ ഈ ഇൽമ്, ഈ അറിവ് ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ അറിവ്, ഇത് നമ്മൾ കാണാത്ത സാധനം ഇത് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇൻസൈറ്റ്സിനെക്കാളും അപ്പുറത്തേക്ക് ഇത് ചെയ്യും.
പറഞ്ഞ് മനസ്സിലായ? അപ്പോൾ അത് എങ്ങനെ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? മനുഷ്യനിർമ്മിതമായ സാധനമാണ്, വെറും മണ്ണിൽ നിന്നുണ്ടാക്കിയ സാധനമാണിത്. ഏത് ലവമണ്ണിൽ നിന്നുണ്ടാക്കിയ കണക്കല്ല, മണ്ണ് കുഴച്ചുണ്ടാക്കിയതല്ല, സിലിക്കോണിൽ നിന്നുണ്ടാക്കിയ ടെക്നോളജി, യുനോ, സിലിക്കോൺ ബേസ്ഡ് ഇൻ്റലിജൻസ്. അത് എങ്ങനെ ഇവർ ന്യായീകരിക്കും? ഏത് രീതിയിലാണ് ഇതിനെ തിരുത്താൻ പോണത്? അപ്പോൾ അവന്മാർ കൊണ്ടുവരാൻ പോണത് എന്തായിരിക്കും? ഇതെല്ലാം മണ്ണിൽ നിന്നാണല്ലോ നമ്മൾ കുഴച്ചുണ്ടാക്കിയത്, അപ്പം ഇത് ഹലാലാണ്, ഇത് കുഴപ്പമില്ല, ഇത് പടച്ചപുരം ജീവനെ മണ്ണിൽ നിന്ന് കുഴച്ചുണ്ടാക്കുമ്പോൾ മനുഷ്യനും മണ്ണിൽ നിന്ന് കുഴച്ച് ഇൻ്റലിജൻസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉസ്താദിൻ്റെ പണി AI ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. AI ഒരിക്കലും ഇത്രയും വിഡ്ഢിത്തരം പറയില്ല. അത് കറക്റ്റാണ്. ഇത്രയും മണ്ടത്തരം എന്തായാലും AI പറയില്ല. കാരണം ഒരു മിനിമം മര്യാദയെങ്കിലും AIക്ക് കാണില്ലേ. അടുത്ത സാധനം ഇത്തിരി കൂടി ഭീകരമാണ്. ഇവള് കുറേ നാളായിട്ട് ഇവിടെ The കൊണച്ചോണ്ടിരിക്കുക. Prophet sallallahu alaihi wasallam said, if you raise 2 daughters and you raise them well, that is your key. You enter Jannah. That's your entrance to Jannah, inshallah. May Allah make us of those people. If you have daughters in today's world, you know it's very difficult to raise them. So be aware of how they're dressing, where they're going, who they're with, the influence. And even when you raise good girls, subhanallah, in this world today, anyone can say they're a woman. And they can take something, an opportunity away from your daughter. So take care of your daughters. If you have the opportunity to be in a Muslim country, be in a Muslim country and be present in their lives. If you can't move to a Muslim country, you can be present. You have the time. Allah gave you this amana. Take care of your daughters. ക്ലിയർ അല്ലേ? ഇഫ് യു ക്യാൻ ബി ഇൻ എ മുസ്ലിം കൺട്രി, what the fuck are you doing here? Go to a Muslim country. Don't make this into a shit hole. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇഫ് യു കാൺട്ട് ബി ഇൻ എ മുസ്ലിം കൺട്രി, what the fuck are you doing here? അവർ തന്നെ പറയുന്നത് ട്രൈ ടു ബി ഇൻ എ മുസ്ലിം കൺട്രി. സോ ഏതാണ് മുസ്ലിം കൺട്രി? ഏതാണ് ഷാ ഇൻ യുവർ ഒപ്പീനിയൻ നല്ലൊരു മുസ്ലിം കൺട്രി? ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു മുസ്ലിം കൺട്രി മറ്റേ അഫ്ഗാനിസ്ഥാൻ, താലിബാൻ ഗവൺമെന്റ് ആയിട്ടുള്ള സോമാലിയ ഗവൺമെന്റ് എന്നുള്ള പേരിലൊക്കെ അഫ്ഗാനിസ്ഥാൻ, ഉള്ള സോമാലി, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഐസിസ് ഉണ്ടല്ലോ, ഐസിസ്, ഐസിസ് ഇതുപോലുള്ള കൊണ്ടുവരാനിരുന്ന മുസ്ലിം കൺട്രീസ്, കാലിഫേറ്റ്, ഐസിസ് കൊണ്ടുവരാനായിട്ടിരുന്ന സിറിയയും ഇറാഖും ഒക്കെ വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സോഷ്യലി മെച്യൂർ ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. കവികളും മ്യൂസീഷ്യൻസും ലിറ്ററേച്ചറും ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലുക്ക് അറ്റ് 60s and 70s. ദീസ് കൺട്രീസ് വർ റിയലി വെൽ യുനോ, വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യമായിരുന്നു. സെക്യുലർ ആയിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യൻസും ജ്യൂസും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ എന്താണുള്ളത്? ഇൻഫാക്റ്റ് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ അലവൈറ്റ്സ് എന്ന് പറയുന്നത്, സിറിയയിലെ അലവൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്പം വ്യത്യസ്തമായിട്ട് ഈ പഴയ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അല്പം മാറി ചിന്തിക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ അവരുടെ വിശ്വാസത്തിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. ഈ നിങ്ങളുടെ വിശ്വാസം എത്ര കൂതറ വിശ്വാസമായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ എല്ലാ ജാതി മത വിഭാഗങ്ങളിലും ഏത് ട്രൈബിലെടുത്താലും കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് നോബഡീസ് കൺസേൺ. ഡോണ്ട് മേക്ക് അതർ പീപ്പിൾസ് ലൈവ്സ് ഓഫ് ലൈക്ക് എ ഷിറ്റ് ഹോൾ. ഡോണ്ട് ഫക്ക് അതർ പീപ്പിൾസ് ലൈവ്സ്. അതേ എനിക്ക് പറയാനുള്ളത്. എന്ത് വിശ്വാസം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം. ജിന്നുണ്ടെന്നും മാടനും മറുതയും ഇതൊക്കെ ഉണ്ടെന്നും, ഹനുമാൻ മല ചുമന്നതോ പരശുരാമൻ മഴു എറിഞ്ഞതോ മറ്റേ എന്താണ് ചേരമാൻ പെരുമാൾ ഇസ്ലാം മത സ്വീകരിച്ച് whatever the fuck you want, you believe all that shit. But ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നത് മാത്രമല്ല, ഇതിനെ പരിഹസിച്ചാൽ ഞങ്ങൾക്ക് ദേഷ്യം വരും. ഞങ്ങൾക്ക് ദേഷ്യം വരും, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങൾ മാറിയിരുന്ന് നിങ്ങൾ സംസാരിച്ചോ, നിങ്ങൾ മാറിയിരുന്ന് വീഡിയോ ഇട്, പക്ഷേ നിങ്ങളെ കൈയും കാലും വെട്ടും. ജോസഫ് മാഷിന് സംഭവിച്ചു വരാം. നിങ്ങളുടെ മുഹമ്മദ് ആണ് ആ മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഈ പറഞ്ഞ മക്കയിലും മദീനയിലും മുഹമ്മദ് എന്നുള്ള നാമധാരികളായിട്ടുള്ള ആയിരക്കണക്കിന് 10,000 ആൾക്കാരുണ്ടാവാം. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുഹമ്മദിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ട് ഊക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഒരു അള്ള മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അള്ള അല്ല എൻ്റെ അള്ള. എൻ്റെ അള്ളയ്ക്ക് വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ അള്ള മറ്റേ തൊട്ടിച്ചാടിയ അള്ളയാണ്. എൻ്റെ അള്ളയ്ക്ക് അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് മൈ ബിലീഫ് അല്ലേ. എൻ്റെ അള്ള അമ്മയെ ഭോഗിക്കുന്ന അള്ളയാണ് എൻ്റെ അള്ള. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. കാര്യം ഇത് എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ. മറ്റേ ഖുറാനിലുള്ള ലക്കും ദീനുക്കും വലിയ ദീനിൽ അതിലെങ്ങനെയാണ്? ലക്കും ദീനുക്കും
വലിയ തീൻ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, തനി വഴി, വഴി തനി വഴി. ഈ ലെവലിൽ പോരുത്. കമൻറ്റുകൾ വന്നു തുടങ്ങിയിട്ട് നമുക്ക് അടുത്തത് പ്ലേ ചെയ്യാം. ബുർക്ക ധരിച്ചുകൊണ്ടാണ് ഞങ്ങളെ സ്റ്റുഡന്റ് ഫിദ യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്ററിന് ഡിഗ്രി കഴിഞ്ഞ 3 വർഷം UK ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ, റിസർച്ച് നടത്തിയപ്പോൾ, മറ്റു അക്കാഡമിക് വർക്കുകൾ നടത്തുമ്പോൾ ഫിദ ഒരിക്കലും അവളുടെ ഐഡന്റിറ്റീസിലോ വാല്യൂസിലോ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഫിദ എന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്റെ വസ്ത്രവും എന്റെ വിശ്വാസവും എനിക്ക് എവിടെയും ഒരു ബാരിയർ ആയിട്ടില്ല. ഇത് രണ്ടും എനിക്ക് തരുന്നത് വലിയ കോൺഫിഡൻസ് ആണ്. ആരെ പരിചയപ്പെടുമ്പോഴും ഞാൻ പറയാറ് ഇതാണ് ഫിദ എന്നാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും പറയാറുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലോ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലോ ഒക്കെ പോകുന്ന സമയത്ത് പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ അത് ഫിദ ഡിസ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്ററിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി ഫിദ മാസ്റ്റേഴ്സിന് പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? കിങ്സ് കോളേജ് ലണ്ടൻ. ഇത്രയും വലിയൊരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തതിന് ഫിദ, കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻസ്പയറിംഗ് ഓൾ ഓഫ് അസ്. യൂണിവേഴ്സിറ്റിയുടെ ID കാർഡിൽ ഇത് തുറന്നു വയ്ക്കണമല്ലേ? യൂണിവേഴ്സിറ്റിയുടെ ID കാർഡിലെ ID കാർഡ് അടിച്ചു വരുമ്പോഴത്തേക്കും ഈ കോപ്പ് കിട്ടോണ്ടാണ് ഇരിക്കുന്നത്. ID കാർഡിൽ ചിലപ്പോ അത് അല്ല, അത് മാത്രമല്ല, ഈ ഫിദ എനിക്ക് ഇനിയിപ്പോ ഈ ഡിഗ്രി ഒക്കെ എടുത്തില്ലേ, ഗ്രാജുവേറ്റ് ചെയ്തെന്ന് പറയുന്നതിലൊക്കെ നമുക്ക് സംശയം തോന്നാം. ഇത് സ്ക്രീനൊക്കെ ഇട്ട് പോയത് ഫിദ തന്നെയാണോ എന്നുള്ള ഉറപ്പില്ലല്ലോ. എങ്ങനെ അറിയാൻ പറ്റും? ആരെങ്കിലും പോയി എഴുതിയായിരിക്കും. ആ പറഞ്ഞ അങ്ങേർക്ക് അവിടെ ഇരുന്ന് ഒരുത്തം വീട്ടിലിരുന്ന് സംസാരിച്ചില്ലേ, അങ്ങേർക്ക് ബോധമില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് പോയി പരീക്ഷ എഴുതിയത് ഫിദ തന്നെയാണോ വേറെ ആരെങ്കിലും പോയി എഴുതിയെന്നുള്ളത് എങ്ങനെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് ഫിദ ആണെന്നുള്ള ഫിദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ പുതിയ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പഴയ മറ്റേ എക്കോ ഇടുന്ന മൈക്കൊക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ മാറിയിട്ട് അവർ പുതിയ രീതിയിലോട്ട് വന്നിട്ടുണ്ട്. പുതിയ ട്രെൻഡിനനുസരിച്ച് വളരെ ഒരു അതായത് ഞാനിപ്പോ എക്കോ ഇട്ടൊരു സാധനം കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ഇതാണ് പരിപാടി. പുതിയ ഞാൻ പറഞ്ഞ ഈ പുതിയ ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കുറച്ചുകൂടി പതിഞ്ഞ താന്ന സ്വരത്തില് ആൾക്കാരുടെ മനസ്സിലോട്ട് ഇടം പിടിക്കാനായിട്ട് പഴയ അതേ വീഞ്ഞ് തന്നെയാണ് പുതിയ കുപ്പിയിലാക്കി പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള ഇവരൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം പൊക്കിക്കൊണ്ട് പോവോ ഇതിന്റെ അടിത്തറ, ഇസ്ലാം എന്ന് പറയുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പോലും യോജിക്കാത്ത സംഭവങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലസ്ഡ് ആണെന്നുള്ളത്. ഈ പെൺകുട്ടികളുടെ പ്രായം നിർണ്ണയിക്കേണ്ട കാര്യം കൂടി പുള്ളിക്കാരത്തി മറന്നു പോയിട്ടുണ്ട്. 4 വയസ്സ് വരെ മാത്രമാണോ പെൺകുട്ടി, 5 വയസ്സ് കഴിഞ്ഞാൽ കെട്ടാൻ പ്രായം ആയോ, അങ്ങനെയാണോ മുസ്ലിം കൺട്രീസ് എല്ലാം നോക്കുന്നതെന്ന് കൂടെ പുള്ളിക്കാരത്തി വ്യക്തമാക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. 5 വയസ്സാണോ 9 വയസ്സല്ലേ? അല്ല 5 6 വയസ്സിൽ കെട്ടിയില്ലേ? എന്നിട്ടല്ലോ 9 വയസ്സിലെന്ന് പറഞ്ഞിട്ട്. അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വർഷം ജീവിച്ചു? 63 വർഷക്കാലം ജീവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി? 1400 വർഷമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചതാണോ അതോ മരിച്ചിട്ടാണല്ലേ? 4 കൊല്ലം ഞാൻ ബിടെക് പോയി പഠിച്ചിട്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ട് ആ ജോലിയാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ 4 കൊല്ലം ഇവന്റെ ലോജിക്ക് ഭീകരമാണ് കേട്ടോ. ഒരാള് പണ്ട് ചത്തുപോയ ഒരുത്തൻ 60 കൊല്ലം 63 വയസ്സ് വരെ ജീവിച്ചു. അതിനുശേഷം AD 632 ശേഷം ഇന്ന് 2026. അതാണോ കൂടുതൽ, ലതാണോ കൂടുതൽ, ലിതാണോ? എന്തൊരു ഭയങ്കര ഭീകര ലോജിക്കല്ലേ ഇത്! എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്? ഞാൻ മെനക്കെടുന്നത് നല്ലൊരു ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ശേഷമാണല്ലോ എന്റെ ജീവിതത്തിന്റെ ഗതി മാറുന്നത്. പക്ഷെ ആ 4 കൊല്ലം എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാം എന്ന രീതിയിൽ ജീവിച്ചാലോ, സപ്ലൈ അടിച്ച് എനിക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ പുറത്തിറങ്ങേണ്ടി വരും. അതിന്റെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും അല്ലേ? ഈ സപ്ലൈ അടിച്ചവന്മാരാണല്ലേ ഊക്കണത്. സപ്ലൈ അടിച്ചവന്മാരൊക്കെ എന്ത് രണ്ടാം കെട്ടി എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ജീവിതം കൊഞ്ഞാട്ടായി എങ്ങനെയെങ്കിലും നമ്മൾ ഉള്ളിലോട്ട്
ചെന്നാൽ അതിന് വലിയ ഗിഫ്റ്റ് ലോകത്ത് കിട്ടാനില്ല. ബിക്കോസ് ഐ എം ഗോയിങ് ടു ഡൈ. ഞാൻ മരിക്കാൻ പോവാണ്. ഇതിന് ശേഷം ഒരു ലൈഫ് വരാനുണ്ട്. എത്ര കാലം ഞാൻ മരിച്ച മണ്ണിന്റെ അടിയിലുണ്ട്, അത് കബർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മനുഷ്യർ, അത് കഴിഞ്ഞിട്ട് ശാശ്വതമായിട്ടുള്ള മരണം ഇല്ലാത്തൊരു ലോകമുണ്ട്. അത് കഴിഞ്ഞിട്ട് തരകാടെങ്കിലും ആലോചിക്കട്ടെ, മരണം ഇല്ലാത്ത നമുക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കാനല്ല നമുക്ക് ഇഷ്ടം. ലൈഫ് ടൈം അല്ലേ? ആ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻഡില്ലാത്ത ഒരു ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ കുറച്ച് കാലത്തുള്ള ഈ ഒരു പരീക്ഷയിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന രീതിയിൽ, ഈ പരീക്ഷയെ കാണുന്ന പോലെ ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട് അല്ല, ഈ പരീക്ഷയിൽ പടച്ചോ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ, ഈ ഭൂമിയിൽ സമാധാനം കിട്ടുന്ന രീതിയിലാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ നരകിച്ച് ജീവിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിന് ശേഷം ഉണ്ടാവുന്നതല്ല, ഇവിടെ സമാധാനത്തിൽ ജീവിച്ചാലേ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടാവുന്നതാണ്. അല്ല, എന്താണ് യുവമാരുടെ ഈ കുഴപ്പം? യുവമാർ പറയണ ഷായ്ക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ആദ്യം ഈ പുള്ളിക്കാരൻ ഒരു നമുക്ക് തന്നെ ആകെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു ലോജിക്ക് പറഞ്ഞില്ലായിരുന്നു. അതായത് ഒരു വ്യക്തി എത്ര നാൾ ജീവിച്ചിരുന്നു, 63 വയസ്സ്, അത് കഴിഞ്ഞിട്ട് മരിച്ചത് എത്ര വർഷം, 1400 വർഷം. ഇത് പറയേണ്ട ആവശ്യം എന്തെന്ന് എനിക്ക് പിടിയിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഈ 2 കാലിൽ എണീറ്റ് നടന്ന മനുഷ്യനെന്ന് തോന്നിപ്പിക്കുന്ന ലൂസി ഓസ്ട്രാലോപിത്തക്കസ് എന്ന് പറയുന്ന, അത് ഏകദേശം 3 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതിന്റെ ജീവിച്ചിരുന്നതായിട്ടാണ് ഫോസിലൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കും പറയാമല്ലോ, എത്ര നാൾ ജീവിച്ചിരുന്നു, 30 വർഷം അല്ലെങ്കിൽ 28 വയസ്സ് വരെയാണ് ലൂസി എന്ന് പറയുന്ന ആദ്യത്തെ 2 കാലിൽ നടന്നവർ ജീവിച്ചിരുന്നത്. അതിനുശേഷം 3 മില്യൺ മേലെ വർഷമായി മനുഷ്യർ ഇവിടെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നടക്കാൻ പഠിച്ചത് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ മാർസിൽ പോകാൻ വരെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഇതുപോലുള്ള പൊള്ളത്തരങ്ങൾ നിറച്ചത് മാത്രമാണ്. പോയിന്റ് ഓഫ് ദാറ്റ് ആർഗ്യുമെന്റ്, ഇയാളുടെ പ്രായവും ഈ മുഹമ്മദ് ചത്തതിന് ശേഷം മുഹമ്മദിൻ്റെ ഈ ചത്തതിന് ശേഷമുള്ള പീരിയഡും ഇത് പറയുന്നത് കൊണ്ട് എന്താണ് ആ ലോജിക്ക്? ഇവർ ലോജിക്ക് ഫ്രെയിം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സപ്ലി അടിച്ച് പരീക്ഷ എഴുതി, ഇൻഫാക്റ്റ് സപ്ലി അടിക്കുന്നവരാണ് ആക്ച്വലി കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. ഈ ഡിലിജൻ്റായിട്ട് 4 കൊല്ലം 5 കൊല്ലം കറക്റ്റായിട്ടിരുന്ന് പഠിച്ചവന്മാരെന്ന് എങ്ങും എത്തൂല്ല. അവന്മാർ പരീക്ഷ എഴുതാനുള്ളൂ. ബാക്കി സപ്ലൈ അടിച്ചവന്മാരാണ് കൂടുതൽ ലോകത്തിൽ എവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്. എനിവേസ്, ഇവന്മാരുടെയൊക്കെ ലോജിക്ക് ഇതാണ്. അടുത്തതൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. അതിനൊരു മെഡൽ കൊടുക്കേണ്ട ഐറ്റമാണ്. നിങ്ങളുടെ ദുആഇനൊക്കെ എത്രയും പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടണം. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ പരിപൂർണ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്തു നോക്കൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ദുആക്കൊക്കെ ഉത്തരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ, മറ്റുള്ളവരിലേക്കും എത്തിക്കൂ, അവരും ഓതട്ടെ, അവരുടെ ദുആകളും പെട്ടെന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെ ഒരു 2ാം ഭാഗമുണ്ട്. ഈ ഇപ്പം കേട്ടതിൻ്റെ 2ാം ഭാഗമുണ്ട്. അത് കേട്ടിട്ട് മറുപടി പറഞ്ഞോളേ. ഇത് 2ാം ഭാഗം വളരെ ഇതുപോലത്തെ ഒരു ഐറ്റമാണ്. വെറും 17 സെക്കൻഡ് മതി നിങ്ങളുടെ തലച്ചോർ നിങ്ങൾക്ക് വേണ്ടത് കണ്ടുപിടിക്കാൻ തുടങ്ങും. നിങ്ങളുടെ തലച്ചോറിൽ ഒരു GPS ഉണ്ട്. അതിന്റെ പേരാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. നിങ്ങൾ ഒരു ലക്ഷ്യം മനസ്സിൽ 17 സെക്കൻഡ് മുഴുവൻ ഫോക്കസ് ചെയ്താൽ പിന്നെ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെയും അവസരങ്ങളെയും സ്വയം കണ്ടുപിടിക്കും. ഇപ്പോൾ തന്നെ ചെയ്യൂ. നിങ്ങളുടെ ഒരു സ്വപ്നം 17 സെക്കൻഡ് മനസ്സിൽ കാണും. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം രഹസ്യങ്ങൾ അറിയാം. ഇപ്പം നേരത്തെ പറഞ്ഞ അണ്ണനും ഈ പറഞ്ഞ അണ്ണനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് കിട്ടും, അങ്ങനെ ചെയ്താൽ ഇത് കിട്ടും. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തത് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണം. അല്ലാതെ ചിന്തിച്ചത് കൊണ്ട്, ഈ പ്രാർത്ഥിച്ചത് കൊണ്ട്, ദുആ ഓതിയത് കൊണ്ട്, ഇതുപോലുള്ള നേരത്തെ കാണിച്ച അണ്ണൻ പറഞ്ഞ പോലെ അല്ല, ഇങ്ങനെ എഴുതിയത് കൊണ്ട്, ഇങ്ങനെ കാണിച്ചത് കൊണ്ട്, ഇങ്ങനെ തേച്ചത് കൊണ്ട്, തലയിട്ട് ഇങ്ങനെ 5 നേരം തലയിട്ട് തറയിൽ അടിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരു മൈലും കിട്ടാൻ പോണില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. യു ആർ ഫാക്കിംഗ് വർക്ക് ഹാർഡ്, a lot ഹാർഡ് വർക്ക്. അത് മാത്രമേ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും എത്തിക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ഈ പൊട്ടന്മാർ കണക്ക് പ്രാർത്ഥിച്ചിട്ടും വെള്ളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തലയും കുത്തി മറിഞ്ഞുകൊണ്ടൊന്നും ഒരു കോപ്പം കിട്ടാൻ പോണില്ല. യോസ് അല്ല, വെള്ളയിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങേർക്ക് കിട്ടുന്നുണ്ടല്ലോ. അങ്ങേർക്ക് ആവശ്യത്തിനുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. എത്രയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം വെള്ളയിട്ട് വന്ന. അങ്ങയുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് മലയാളം പ്രൊനൗൺസ് ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആക്സെന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ചൊവ്വയൊക്കെ വരാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും അതുപോലുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ ഇവർ അറബിക്ക് സംസാരിക്കുമ്പോൾ അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, എനിക്കത് പറയാൻ അറിഞ്ഞൂടാ, അങ്ങനെ വളരെ
അപ്പൊ ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തുനിന്ന് അതിന്റെ അകത്തുനിന്നുള്ള അധികാരം, പണം, രാഷ്ട്രീയം, പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് കളിക്കുന്ന ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി തന്നെയാണ്, അതിനപ്പുറത്തൊന്നുമില്ല. The next one is also pretty interesting. ഖുറാനിൽ എവിടെയും ഭൂമി പരന്നതാണെന്ന് പറയുന്നില്ല. അത് വിമർശകർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. ഖുറാനിൽ മനുഷ്യർക്ക് ചെയ്ത പലതരം അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്ന സന്ദർഭങ്ങളിൽ ഭൂമിയെപ്പറ്റി, ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു തൊട്ടിലാക്കിയില്ലേ, ഭൂമിയെ ഒരു വിരിപ്പാക്കിയില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ പലതും കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമി ഒരു തൊട്ടിലാക്കിയില്ലേ എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടിലിൻ്റെ രൂപത്തിൽ, തൊട്ടിൽ നമുക്കറിയാം ഒന്നുകിൽ ഇങ്ങനെ മേലെന്ന് തൂക്കിയിട്ട് ഇങ്ങനെ യു ഷേപ്പിൽ കെട്ടിയിടും, അല്ലെങ്കിൽ രണ്ട് കാലിൽ ഇങ്ങനെ നടുവിൽ ഒരു യു ഷേപ്പിലുണ്ടാവും. ഈ ആകൃതിയിലൊന്നുമല്ലല്ലോ ഭൂമി, അത് ഭൂമിൻ്റെ ആകൃതി പറയാനല്ല. ഭൂമിയെ നമ്മൾക്ക് സംരക്ഷണം തരുന്ന ഒരു കുഞ്ഞിനെ ഒരു തൊട്ടിൽ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ മനുഷ്യരെയൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള, വലിയ ചൂടോ വലിയ തണുപ്പോ ഇല്ലാതെ ഒക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സംരക്ഷണ കവചമായിട്ട് ഭൂമിയെ മാറ്റിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അവിടെ പ്രയോഗിക്കുന്നത്. അതുപോലെ ഭൂമിയെ വിരിപ്പാക്കിയില്ലേ, ഒരു പുതപ്പോ ഒരു വിരിപ്പോ ഒക്കെ പോലെ നമ്മളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഭൂമിയാക്കി ആ രൂപത്തിലാക്കിയില്ലേ എന്നൊക്കെയുള്ള രൂപത്തിൽ ഭൂമിയെ നിങ്ങൾക്ക് പരത്തി തന്നില്ലേ എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരിക്കലും അതൊരു ആ ഷേപ്പിലാണ് ഭൂമി എന്ന് പറയാനല്ല, ഭൂമി തൊട്ടലിൻ്റെ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഭൂമി ഒരു വിരിപ്പിൻ്റെ ഷേപ്പിലാണ് എന്നൊന്നുമല്ല, അതുപോലെ തന്നെയാണ്. എന്നാൽ ഭൂമിയുടെ ഷേപ്പിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. അത് നമ്മളിപ്പോൾ പുതുതായിട്ട് പറയുകയല്ല. ഈ പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 12 നൂറ്റാണ്ടുകൾക്ക് 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ് എന്ന് കൃത്യമായി അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരു 1200 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള കിതാബുകളിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായി ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ് എന്ന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായം ഉണ്ട് എന്നിവരെ നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തൻ്റെ മജ്മുഉൽ ഫത്താവയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹസം എന്ന പ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ഒരു സംഭവം മജ്മുഉൽ ഫത്താവ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇമാം അബുൽ ഹുസൈൻ റഹിമഹുല്ല എന്ന പണ്ഡിതൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം അബുൽ ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞു, ഖാല വകദാലിക അജ്മഉ, അതായത് ഉലമാക്കൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമുണ്ട്. അപ്പോൾ അജ്മഉ അല അന്നൽ അർദ ബിജമീഇ ഹറകാതിഹ മിനൽ ബർരി വൽ ബഹർ, ഭൂമി അതിലെ കരയായാലും അതിലെ സമുദ്രമായാലും ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഭൂമി ആയാലും മിസ്ലൽ ഖുറ, അത് അതിൻ്റെ എല്ലാ സകലതും നമ്മൾ എടുത്തു നോക്കിയാലും അതെന്താണ് ഒരു ഗോള. ഇത് ഏത് കാലഘട്ടത്തിൽ ആയിരുന്നിരിക്കാനാണ് സാധ്യത? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. The spherical shape of the earth was known and measured by astronomers, mathematicians and navigators from a variety of literate and ancient cultures, including the Hellenic world, the Greek and ancient India. ഇതിൽ അറേബ്യ എവിടെയും വരുന്നില്ല. ഗ്രീക്ക് എത്നോഗ്രഫർ മെഗസ്തനസ് CE 300 BC, 300 BC. ഇത് ഒന്നുമല്ല, ഇതാണ്ട ഇത് വിക്കിപീഡിയയാണ്. ഇത് വിക്കിപീഡിയ വർഷങ്ങൾക്ക് മുമ്പ് 10-15 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇത് ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെഗസ്തനസ് എഴുതിയില്ല എന്നുള്ളത് അവിടെ മ്യൂസിയത്തിൽ പോയി തല്ലിപ്പൊട്ടിച്ച് കളയണം, മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ തള്ള് വാലിഡ് ആവണമെന്നുണ്ടെങ്കിലും മെഗസ്തനസ് ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ യവന്മാർ, അതായത് എത്ര വർഷം മുമ്പ്, ഏകദേശം 1300 1400, ദാറ്റ് ഈസ് മോർ ദൻ 2000, more than 1700 years, 1800 years ബിഫോർ ഇവന്മാർ പറയുന്നതിനും ഈ മുഹമ്മദ് ജനിക്കുന്നതിനും ഈ ബാക്കിയുള്ള ഉസ്താദക്കന്മാർ ഇതിനെ വിവർത്തനം ചെയ്യുന്നതിനും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ പൊട്ടന്മാർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഈ ഗ്രീസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ അടുത്ത് വളരെ ദൂരമൊന്നുമല്ല, ഇവർക്ക് കാണാൻ പറ്റും, ഇവർക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഈ ആ പ്രദേശത്ത് ഈജിപ്റ്റ്, മെസപ്പൊട്ടേമിയ, ഇവരുടെയൊക്കെ ഉള്ളമാർ ഈ കോയമാരെ കണക്ക് പൊട്ടന്മാരല്ലായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ആകൃതിയെപ്പറ്റിയൊക്കെ
അന്നും വിവരം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഖുറാനിലുള്ള മുഹമ്മദ് ജീവിച്ചിരുന്ന സ്ഥലത്ത് മുഹമ്മദിൻ്റെ അള്ളാഹു എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നുള്ളതാണ്. ഭൂമി ഞങ്ങൾ കാർപ്പറ്റ് പോലെ വിരിച്ചിട്ടിരിക്കുന്നു. ഇതാ സൽസിലത്തിൽ അർദ് സൽസാലഹ കാലൽ അഖ്റജത്തുൽ കാലൽ ഇൻസാനു മാലഹ അഖ്റജത്തുൽ അർദു അത്ഖാലഹ. ഭൂമി കുലുങ്ങുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എന്താണ് പഠിച്ച തമ്പരാനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ചുമ്മാ നടന്ന് കുലുങ്ങുന്നത്, നിനക്കൊരു പണിയില്ല, ഒന്ന് മര്യാദയ്ക്ക് ഉറപ്പിച്ചു വെച്ചൂടെ എന്ന് ചോദിക്കുമ്പം അപ്പോൾ പറയും അഖ്റജത്തുൽ അർദു അത്ഖാലഹ, ലോക അവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണിത്. ഈ ലോകം അവസാനിച്ച് തുടങ്ങിയിട്ട് 600 മില്യൺ വർഷങ്ങളായി. ഈ കുലുക്കം ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട്. ഈ കുലുക്കുമ്പോഴൊന്നും ലോകം അവസാനിക്കാറില്ല. അത് അതിൻ്റെ ലിത്തോസ്ഫിയറിൻ്റെ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഒരു കുലുക്കമാണിത്. അതുകൊണ്ട് ഭൂമി അവസാനിക്കുന്നതിന് കുലുക്കമല്ല അതിൻ്റെ ഒരു ലക്ഷണം. ഭൂമി മലകളെ കുലുങ്ങാതിരിക്കാൻ വേണ്ടി ആണിയടിച്ച് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ പൊട്ടന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവർ പറയണതെന്ന് വെച്ചാൽ മുഹമ്മദ് ചത്ത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഉണ്ടാക്കി വെച്ച കണ്ടെത്തലുകൾ പഠിച്ച് ബാക്കിയുള്ള ഗ്രീസും ഇന്ത്യനും മെസപ്പൊട്ടേമിയൻ ഈജിപ്ഷ്യൻ അവിടുത്തെ ഒബ്സർവേഷൻ, അതുപോലെ പൈത്തഗോറസ് കണ്ടിട്ടുണ്ട്. പൈത്തഗോറസ് മെഷർ ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിയുടെ സർക്കംഫറൻസ് മെഷർ ചെയ്തിട്ടുണ്ട് ഷാഡോസ് വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ ഇവന്മാർക്ക് അതിനുള്ള വാൾട്ടേജ് ഇല്ലാത്തതുകൊണ്ടാണ്, അതിനുള്ള ആംബിയർ ഇല്ല ഇവന്മാരുടെ തലയിൽ. അതുകൊണ്ടാണ് ഈ പൊട്ടന്മാർ ഇന്ന് 2026 ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല? ഈ കോയമാർ കണ്ടുപിടിച്ച സാധനം മാത്രം പറയണതിന് അതിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്ക്, ഗോ ആൻഡ് ഫക്കിംഗ് റീഡ് ഇറ്റ് മാൻ, യു മോറോൺസ്. യെസ്, ബാക്ക് ടു യു ഷാ. അല്ല, അതിൽ ഇവർ പറയുന്ന ഈ 1200-1300 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു ഇസ്ലാമിക് ആൾക്കാരുടെ പേരും കാര്യങ്ങളും പറയുകയും അങ്ങനെ സ്കോളേഴ്സ് വന്നു, ഇത് ഫ്ലാറ്റ് എർത്ത് അല്ല, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നതിന് അതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കേണ്ട ആവശ്യമില്ല, അത് കാവ്യഭാവനയിൽ പറഞ്ഞതാണ്, തൊട്ടില് പോലെയാണ്, പരത്തിയതല്ല, ചപ്പാത്തി പോലെയല്ല, അതിന്റെ പുറത്തൊരു പുതപ്പിട്ടിട്ടുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ ജക്കൂസി ഉണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഞാനത് കേട്ടത് തൊട്ട് ഞാൻ സെർച്ച് ചെയ്യാണ്. ആ പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയായിരുന്നു ഈ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അതില് ആകെ നമ്മള് അല്ല ഇതിൽ അങ്ങേര് പറഞ്ഞാൽ 1200-1400 വർഷങ്ങൾക്ക് മുമ്പുള്ള 1400 വർഷം മുമ്പ് ഖുറാനിൽ എഴുതിയിരുന്ന ഈ മണ്ടത്തരങ്ങളെ 1200 വർഷങ്ങൾക്ക്, അതായത് 200 വർഷം കഴിഞ്ഞിട്ട് വേറെ കോയമാർ, വേറെ ആൾക്കാർ പറഞ്ഞു. അത് അവർ പറയേണ്ട കാര്യമില്ല. ഭൂമിയുടെ ആകൃതിയെപ്പറ്റി വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ. അതന്നെ, ഇത് ഈ 200 വർഷങ്ങൾക്ക് ശേഷം അതിനു മുമ്പ് എഴുതിയത് മണ്ടത്തരങ്ങൾ, ഈ പൊട്ടത്തരങ്ങൾ അവർക്ക് തന്നെ ദഹിക്കാതെ അവർ 100-200 വർഷങ്ങൾക്ക് ശേഷം അതിനെ ഇതുപോലെ ഇരുന്ന് വെള്ള പൂശാൻ ശ്രമിച്ചതൊക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള പേരുകളൊക്കെ ആയിരിക്കണം എടുത്ത് യൂസ് ചെയ്യുന്നത്. അത് ഇന്നും ഈ 1200 വർഷം 1400 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ മോഡേൺ യുഗത്തിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പം തന്നെ ഇതിന്റെ ഒരു ദയനീയത, ഇത് എത്രമാത്രം പരാജയമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പരാജയങ്ങളുടെ കൊടുമുടിയിൽ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്നതാണെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു തിരിച്ചറിവ് ആൾക്കാർക്ക് വന്നു തുടങ്ങും. ഇസ്ലാമിനകത്ത് തന്നെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെ പതുക്കെ തൊഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പം ഇവർ ഈ കെട്ടിയ ചീട്ടുകൊട്ടാരെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞടുങ്ങും. അതിനു മുമ്പ് അവർക്ക് ഇസ്ലാം നിലനിർത്തണം എന്ന് അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അവര് ചെറുതായിട്ട് വിട്ടുവീഴ്ച ചെയ്ത് ഇതിനകത്ത് മണ്ടത്തരങ്ങളുണ്ട്, 50% മണ്ടത്തരങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കാൻ തുടങ്ങിയ കുറച്ചെങ്കിലും നിലനിൽപ്പുണ്ടാവും. അല്ലാതെ ഇപ്പോഴും ഒന്ന് വെളുപ്പിച്ച് പുട്ടിയടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മോഹനെ ഇത് ഇവിടെ ഒന്നും തീരൂല. ഇപ്പോഴാണ് എനിക്ക് ഈ ഷായാണ് എനിക്കിഷ്ടം. ഷാ ഇതും കൂടി കേട്ടു നോക്ക്. ഇത് നമ്മൾ പറഞ്ഞത് ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് നിങ്ങൾ മിസ് ചെയ്തൊരു പോയിന്റാണ്. സ്കിപ്പ് ചെയ്യല്ലേ ഇവിടെ ഇവിടെ കുഫ്വൻ എന്നാണ് പല ആളുകളും ഓതുന്നത്. അത് തെറ്റാണ്. ഫഇന് സുക്കൂനല്ല, ഫഇന് ലൊമ്മാണ്. അപ്പോൾ ലൊമ്മ് ക്ലിയർ ആകണമെങ്കിൽ 2 ചുണ്ടും മുന്നോട്ട് കൂർപ്പിച്ചിട്ട് വേണം ആ ലൊമ്മുള്ള അക്ഷരം പറയാൻ. മുന്നത്തെ കാഫിനും ലൊമ്മാണ്, അപ്പോൾ അതും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ കുഫ്വൻ അല്ല കുഫുവൻ ആണ്. ഫക്വൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതാണ് 10 ആൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ 10 ആളെ തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർക്കെങ്കിലും ഈ ഭാഗം ശ്രദ്ധിച്ചോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ.
ഫക്വൻ അല്ല കുഫ്വൻ എന്നാണ് പറയേണ്ടത്, നോട്ട് ഫക്വൻ. അപ്പം അതിനിടയിൽ അത് അവിടെ ലെറ്റ് ഇറ്റ് ബി ദെയർ, യുനോ ബി ക്ലിയർ. ഫക്വൻ എന്ന് അല്ല കുഫുൻ പറയരുത്, കുഫ്വൻ എന്ന് പറയണം. അതിനോടൊപ്പം വേണ്ട ഇദ്ദേഹത്തിൻ്റെ ഇതും കൂടി കേൾക്കാം. ഞാൻ 3 ദിവസത്തോളം വെള്ളമിറങ്ങാത്തൊരസുഖം, തീരെ വെള്ളം ഇറങ്ങണില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടെങ്കിൽ. 3 ദിവസം വെള്ളമിറങ്ങാത്തൊരസുഖം ഉണ്ടായപ്പോൾ. അതെന്ത് അസുഖമാണ് ഞാനൊന്ന് ചോദിച്ചു. എന്ത് തരത്തിലുള്ള രോഗമാണ് അത്? എമറദ ശബ്ദത്തിൽ ഞാനും ഉസ്താദന്മാരുടെ ജോലി എന്താവും? ഉസ്താദന്മാരുടെ ജോലി നിന്റെ ഉസ്താദാസെ മെന്റർ, ഉസ്താദാസെ മുറബി, റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയൊക്കെ റീപ്ലേസ്. എക്കോ ഓഫ് ചെയ്തിട്ട് ചിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ പേടിക്കും. ഉസ്താദന്മാരുടെ ജോലി എന്താവും AI വന്നാല്? ഉസ്താദാസെ മെന്റർ, ഉസ്താദിന്റെ മുറബി, ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയൊക്കെ റീപ്ലേസ്. ഉസ്താദാസെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു, നോളജ് ഷെയർ, അത് റീപ്ലേസ് ചെയ്യപ്പെടും. ടീച്ചർ ആസ് എ മുറബി, ടീച്ചർ ആസ് എ മെന്റർ, ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ആ ഹ്യൂമൺ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇപ്പോ this is another important one. ഞാൻ 3 നീ പോടാ ദിവസത്തോളം വെള്ളമിറങ്ങാത്തൊരസുഖം. അവൻ്റെ ഇദ്ദേഹം പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പുള്ളിയുടെ വീഡിയോ നോക്കിയോ. മയ്യത്തിനെ സംസ്കരിക്കുന്നിടത്ത് പെട്ടെന്ന് കാട്ടണം. മയ്യത്തിനെ സംസ്കരിക്കുന്നിടത്ത് പെട്ടെന്ന് കാട്ടണം. ഏതൊരു മോൻ അമേരിക്കയിലുണ്ട്, ആള് വന്നിട്ടാണ് ഇനി മറയണത്. അതുവരെ എന്ത് ചെയ്യണം? അതുവരെ ഫ്രീസറിലിട്ട് വെക്കണം. പാലിയേറ്റീവിൽ ബന്ധപ്പെട്ടു, നമ്മൾ ഫ്രീസർ കൊണ്ടുവന്നു, അങ്ങനെ മത്തി ഫ്രിഡ്ജിൽ വെച്ച മാതിരി ഉപ്പാനങ്ങനെ ഉറങ്ങലിച്ച് നിർത്തുക. ആയത്തുള്ള കുമ്മേനെ ഇതുവരെ മറയത്തിട്ടില്ല. ആലോചിച്ച് നിങ്ങൾ എന്താ ആയത്തുള്ള കുമ്മേനെ ഇതുവരെ മറയത്തിട്ടില്ല. ആരും അന്വേഷിച്ച് ഇനി ആരൊക്കെ വന്നിട്ട് വേണം വമ്പിച്ച ചടങ്ങായിട്ട് നടത്താൻ. ഇത്രയും മാസം നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങളിൽ ഗൾഫിലുള്ള മോൻ വരുന്നുണ്ട്, അതുവരെ വെക്കുകയാണെന്നൊരു തീരുമാനം എടുക്കുക. അപ്പൊ ഇന്നിപ്പോ വ്യാഴാഴ്ച വൈകുന്നേരമായി, അതുകൊണ്ട് നാളെ ലീവാണ്, മറ്റന്നാളെ ടിക്കറ്റ്. ഇത് ആര് തിരക്കി? ആയത്തുള്ള കൊമേനിയുടെ അതുവരെ എങ്ങനെ വെറുങ്ങലിച്ച് നിർത്തി. മക്കളും ബന്ധുക്കളും ഒക്കെ ബുദ്ധിമുട്ടി കാത്തിരിക്കണ്ടേ? ഒന്ന് ആലോചിച്ചു. ഈ ഒരു അവസരത്തിൽ, അതായത് ഇവരുടെ കണക്ക് പ്രകാരം പെട്ടെന്ന് മറവ് ചെയ്യണമെന്നാണ്. ഇത് എവിടെ നിന്നാണ് ഈ നിയമം വന്നതെന്നറിയില്ല. കാരണം നമ്മൾ ഈ മുസ്ലിങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ മുഹമ്മദിൻ്റെ പാത പിന്തുടരണം എന്നാണ്. മുഹമ്മദിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നടന്നത് അതേ രീതിയിൽ നമ്മളും പിന്തുടരണം എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മുഹമ്മദ് ചത്തതിന് ശേഷം മുഹമ്മദിൻ്റെ ശവടക്ക് എന്നാണ് കഴിഞ്ഞത്. അത് അപ്പോഴേ ഇദ്ദേഹം പറയുന്ന കണക്ക് ഇന്ന് രാവിലെ മരിച്ച് 9 മണിക്ക് മുമ്പ് അടക്കം ചെയ്തു, കുഴിച്ചിട്ട് അവിടെ യാസീനും ഓതി എല്ലാവരും ബിരിയാണിയും തിന്ന് വീട്ടിൽ പോയി. അങ്ങനെയാണോ നടന്നത്? അതോ അവിടെ വെച്ചിട്ട് അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്രിയാകർമ്മങ്ങൾ ചെയ്തോ? എന്താണ് അവിടെ സംഭവിച്ചത്? പൊതുദർശനത്തിന് വെച്ചോ? അവിടെ മക്കയിലുണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം വിളിച്ച് ആകാശത്തേക്ക് 21 വെടി വെച്ചോ? ഇതെങ്ങനെ നടന്നോ? അതാണോ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യവന്മാർ തമ്മിൽ അങ്ങോട്ട് അടി തുടങ്ങി, തർക്കം തുടങ്ങി. തർക്കം അവസാനിക്കുന്നില്ല. 1 ദിവസം, 2 ദിവസം, 3 ദിവസം ആയപ്പോഴത്തേക്കും അന്ന് റിഫ്രിജറേഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ പെട്ടെന്ന് കുഴിച്ചിടേണ്ടി വന്നു. കാരണം നാറി തുടങ്ങി. നാറ്റം എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് മക്ക കഴിഞ്ഞിട്ട് അടുത്ത ഗ്രാമങ്ങൾ വരെ ആ നാറ്റം എത്തിയെന്നാണ് പറയുന്നത്. കാക്കകളും പരുന്തുകളും അവിടെ എങ്ങും വംശനാശം സംഭവിച്ച വൾച്ചേഴ്സൊക്കെ അവിടെ വന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. പറഞ്ഞാൽ മനസ്സിലായി? അങ്ങനെയാണ് ഇത് ശല്യം സഹിക്കാതെ അവിടെ തന്നെ കുഴിച്ചു മൂടി. ഈ നാറ്റം മനുഷ്യൻ്റെ ശരീരമല്ലേ ഇത്, അജ്യയും മാംസമല്ലേ. അപ്പോൾ ഇത് ദ്രവിച്ച് അളിഞ്ഞ് നാറി എടുത്ത് പൊക്കാൻ നോക്കൂല, കംപ്ലീറ്റ് പിരിന്നുപോയി. അങ്ങനെ അവിടെ തന്നെ കുഴിച്ചിട്ട് സംഭവം മനസ്സിലായ മക്കളെ? അതുകൊണ്ട് ഉസ്താദ് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഉസ്താദിന് മാർഗദർശനി എന്ന് പറയുന്ന ആൾ ഇതൊന്നും അല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗതികേട്, ഒരു മതം, ഇവർ പറയുന്ന കണക്കുള്ള മതം, ഇവരുടെ കൾട്ട് ലീഡർ ചത്തപ്പോൾ എങ്ങനെയാണ് ആ ശവം കുഴിച്ചിട്ടത് എന്നൊന്ന്
പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുകൊണ്ടാണ് അത് പുള്ളിക്ക് പറയാൻ വയ്യ, അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന്. കാരണം നമ്മുടെ ഹബീബായ റസൂലിന് സംഭവിച്ചത് വേറെ ആർക്കും പറ്റല്ലേ, ഹബീബായ റസൂലിന് സംഭവിച്ചത് നിങ്ങൾക്കാർക്കും പറ്റല്ലേ, അതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളോട് പറയുന്നത്. ഇത് പറയുമ്പോ സ്വന്തം നേതാവ് ഇവര് കാണുന്ന ഇവരുടെ മാർഗദർശിയായിട്ടുള്ള ആളിന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവര് പറയാറില്ല. എന്തിനാണ് ഈ ആയത്തുള്ള കൊമേനി പുള്ളിക്കാരന്റെ കാര്യം ഇവിടെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് യവന്മാരുടെ സുന്നിയും കുന്നിയും പറയുന്നതല്ല, വേറെ ഏതാ കൂട്ടം ഇവന്മാർ. ഈ അടി നടന്നതിന്റെ കാരണം എന്താണ്? മുഹമ്മദിനെ കുഴിച്ചിടുന്നതിന് മുമ്പ് ഇവന്മാർ തമ്മിൽ തല്ലി എന്തിനാണ്? ആരടുത്ത അനുയായി ആവുമെന്ന് പറഞ്ഞിട്ടാണ്. അലി ആവണോ അബൂബക്കർ ആവണോ എന്ന് പറഞ്ഞിട്ടാണ് തർക്കം. അവസാനം എടുക്കും അവന്മാരെല്ലാം കൂടി അങ്ങോട്ട് പറിച്ചെടുത്തോണ്ട് പോയി. എവിടെ? ഇറാനിൽ പോയി അവന്മാർ വേറെ സാധനം തുടങ്ങി, വേറെ പ്രസ്ഥാനം തുടങ്ങി, പാർട്ടി പിരിഞ്ഞു. പാർട്ടി അന്ന് ആ മുഹമ്മദ് ചാവടേൻ്റെ അന്ന് പാർട്ടി പിരിഞ്ഞു. പറഞ്ഞ കാര്യം ക്ലിയറാണ്. അത് എന്തിനാണ് ബാക്കിയുള്ളവന്മാരെ കാര്യം പറയണത്? ഈ പിരിച്ചവന്മാരെ പറ്റിയാണ് ഇങ്ങനെ പറയണത്. ഏത്? മുഹമ്മദ് 3 ദിവസം അളിഞ്ഞ് കിടന്നതിൻ്റെ കാരണമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാരെ ഈ ആയത്തുള്ള ഖമേനി ആരാണെന്ന് ചോദിക്കണം. ആയത്തുള്ള ഖമേനിയാണ് അലിയുടെ അനുയായിയാണ്, അലി വലിയുള്ള എന്ന് പറഞ്ഞ നടക്കണന്മാരാണ്. മനസ്സിലായ? അതിനെയാണ് ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയറ്റിക് ജസ്റ്റിസ് ഉണ്ട്. അതായത് മുഹമ്മദിനെ 3 ദിവസം അളിച്ചത് കൊണ്ട് ആയത്തുള്ള ഖമേനിയെ 6 മാസം അളിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് കാവ്യനീതി നടക്കാൻ. ഇതിനിടയിൽ ഇത് നമ്മളുടെ ഇത് ഒറിജിനൽ കണ്ടന്റ് അല്ല, വേറെ ആരോ ചെയ്താണ്. പക്ഷെ ഇത് കാണിക്കാതിരിക്കാൻ നിവർത്തിയില്ല. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ എന്നും ആദ്യ രാത്രിയാണ് സ്വർഗം. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ല തിളക്കമുള്ള പെണ്ണുങ്ങളെന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മു സലമ ആ സമയത്ത് സ്വർഗത്തിലുള്ള ജനങ്ങൾ പറയുകയാണ്, ഞങ്ങൾ സുഖത്തിന്റെ സുഖലോലുപതികൾ ആറാട്. ചുണ്ട് ചോപ്പിക്കാനുള്ള സാധനം കൊണ്ടുവരുന്ന ഓളെ ചുണ്ട് 4 ആൾ കാണാൻ. എന്തേ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോ മാത്രം എന്താ വീട്ടിൽ ചോപ്പിക്കാത്ത? വീട്ടിൽ കാണിക്കാൻ ആരില്ല, കാണിക്കേണ്ട ഒരു പുറത്താള്. അപ്പൊ ഇവരുടെ മനസ്സൊരു വേശ്യയുടെ മനസ്സാണോ? ഒരു എന്ന മനസ്സാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയസാനിയ, അവൾ വേശ്യയാകുന്നു, അവൾ വ്യഭിചാരിണിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. സ്വന്തം മോള്, മോന്റെ മോള്, മോളെ മോള് ഇവിടെ എത്ര പേരും വേണ്ടില്ല. എന്നാൽ സ്വന്തം മോള് കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, അവള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുവത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹറമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല.
ഈ കേട്ടോണ്ടിരിക്കുന്ന അങ്കിൾസ് ആരാണെന്നറിയോ? ആയിരിക്കുന്നത് ഷായ്ക്ക് അറിയില്ല. ഈ വീഡിയോ കാണുന്ന പലർക്കും നല്ല ധാരണയുണ്ടാവും ഈ കേട്ടോണ്ടിരിക്കുന്ന ആരാണ്. അത് ഞാനിവിടെ പറയുന്നില്ല, പേര് പറഞ്ഞാൽ അവർ വീണ്ടും ഫേമസ് ആവും. അടുത്തത് പറ. അല്ല, അതിലൊരു കമന്റ് ഈ പറയുന്ന ഇങ്ങനെ വളരെ എന്താ പറയാ, ഈ 2 ഉസ്താദന്മാർ വന്നിരുന്നിട്ട് എല്ലാം വളരെ നിലവാരം കുറഞ്ഞു തന്നെയായിരുന്നു. 2 എണ്ണം പ്രത്യേകിച്ച് വർത്താനം പറഞ്ഞ 2 എണ്ണം ഉണ്ടല്ലോ, അവന്മാരൊക്കെ പട്ടയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ആൾക്കാരില്ല. അതെല്ലാം ഇന്നും സ്റ്റേജിൽ നിർത്തി അവന്മാരുടെ അതുപോലുള്ള അങ്ങനെ വിളിക്കുന്ന, അങ്ങനെ പദപ്രയോഗം നടത്തുന്നവരെയൊക്കെ അങ്ങനെ തന്നെ വിളിക്കണം, ബഹുമാനക്കുറവിൽ തന്നെ വിളിക്കണം. ഇതൊക്കെ പറയാനായിട്ട് ഒരു വെള്ളയിട്ട് ഒരു എന്തോ ആരും കാണാൻ പാടില്ലാതെ ഇങ്ങനെ മറ്റേ ഈ നമ്മൾ ഈ കുതിര പോകുമ്പോ 2 സൈഡും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഡിസ്ട്രാക്ഷൻ വന്നു. അങ്ങനത്തെ കുറെ ഇത് ഇട്ട് തുണിയും ഇട്ട് വന്നിരുന്ന സ്റ്റേജിലിരുന്ന് ഇതുപോലുള്ള മണ്ടത്തരം പട്ടയ്ക്ക് നോക്കി അപ്പം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയ്യോ ഇതല്ല, സോറി മാറിപ്പോയി. ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളരെ വലിയ ഈമാനിക ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ, വിശ്വാസമുള്ള ആളുകൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ, ഇത് കഴിഞ്ഞ ആഴ്ച വിശ്വാസമില്ലാത്ത ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബേഡ് കമന്റുകൾ ഇടാതിരിക്കുക. ഹബീബായ നബിയുടെ എന്താ പറയുക കാലിന്റെ, ഇത് കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചാണ് നമ്മളിത്. ഹബീബായ ഇല്ല, ഓക്കെ സോറി. കാലിന്റെ അടയാളം, അതേപോലെ ഹബീബായ നബിയുടെ താടിയുടെ രോമം, തിരുശേഷിപ്പുകൾ, അത് നമ്മുടെ ഇന്ത്യയിൽ മയിലിന്റെ ആൾക്കാരാണ് അത്ഭുതകരമായിട്ട് കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഔറംഗാബാദിൽ നിന്നാണ് നൂറ്റാണ്ടുകളായിട്ട്, അതായത് ഹബീബായ നബിയുടെ കാലശേഷം സംരക്ഷിക്കപ്പെട്ട ഹബീബായ നബിയുടെ തിരുമുടി, താടിയുടെ രോമം, അതോടൊപ്പം തന്നെ ഹബീബായ നബിയുടെ കാൽപാദം പതിഞ്ഞൊരു കല്ലിൽ കാൽപാദം കൊത്തിവെച്ചത്, ഇത് സ്വഹാബികൾ കൊത്തിവെച്ചതാണ് ഈ കല്ലിൽ. അതോടൊപ്പം തന്നെ ഫാത്തിമ ബീവിയുടെ ഷാള്, ഹസനും ഹുസൈനും ഉപയോഗിച്ചിരുന്ന വിരിപ്പ് കിടം, ഇതൊക്കെ ഒരു മക്കാമിൽ നിന്ന്, ഒരു സൂഫിയുടെ മക്കാമിൽ നിന്ന് ജ്ഞാനഭാരതം എന്ന പേരുള്ള, അതായത് നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള സൂഫി ആശ്രമങ്ങളിൽ നിന്ന് താടന കേന്ദ്രങ്ങളിലെ സംരക്ഷിത വസ്തുക്കൾ സർവേ ചെയ്ത് കണ്ടെത്തുന്നൊരു വിഭാഗമുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ. അതിൻ്റെ സർവേയിലാണ് ഈ അത്ഭുതങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആദ്യം ഹബീബായ നബിയുടെ അവിടുന്ന് കണ്ടെടുക്കപ്പെട്ട തിരുശേഷിപ്പ് ഞാൻ കാണിച്ചു തരാം. വലിയ ക്ലിയറൊന്നും ഈ ഫോട്ടോയിലില്ല, പക്ഷേ ഇത് ഹക്കായ ഒന്നാണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലാഹ് എന്ത് ക്ലിയർ ആവാത്തത്? UFO ആണ്. അപ്പോൾ നമുക്കല്ലത് ആ കണ്ടതുകൊണ്ട്, വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലാണെങ്കിലും കണ്ടതുകൊണ്ട് ആ കണ്ണുകൾക്ക് അല്ലാഹു അതിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ ബർക്കത്ത് നൽകട്ടെ. ഇനി ഇതാണ് ഹബീബായ നബിയുടെ പാദം പതിഞ്ഞ കല്ല്. ഹബീബായ നബിയുടെ പാദം പതിഞ്ഞ കല്ല് നോക്കൂ. ഈ കല്ലിൽ കൊത്തിവെച്ച ഒരു ശിലാഫലകമാണ്. ആ ഒരു ശിലയിൽ അത് കൊത്തിവെച്ച ഹബീബായ നബിയുടെ കാലുകൾ, ഇതൊക്കെ സ്വഹാബികൾ കൊത്തിവെച്ചതാണ് എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം ഫാത്തിമ ബീവി, ഹബീബായ നബിയുടെ കരളായ ഫാത്തിമ ബീവി ഉപയോഗിച്ച ഷാള്, പിന്നെ ഹസനും ഹുസൈൻ റളിയല്ലാഹു കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വിരിപ്പ്, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി എന്നു പേരുള്ള വലിയ സൂഫി ഗുരുവിൻ്റെ ശിഷ്യൻ ഇന്ത്യയിലേക്ക് ഇതെങ്ങനെയാണ് ഇവർ ഓത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഹബീബായ നബിയുടെ മറ്റതാണ് മറിച്ചതാണെന്നുള്ളത്. ഹൗ ഡു ദേ വാലിഡേറ്റ് ദിസ്? കാർബൺ ഡേറ്റിംഗ് അല്ല, ആദ്യം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ബേഡ് കമന്റ് പറയരുതെന്ന് പുള്ളി പറഞ്ഞു. ഷായടുത്ത് ഞാൻ പ്രത്യേകം പറയാണ്, നോ ബേഡ് കമന്റ്സ്. ഞാനിത് ബേഡ് കമന്റ്സ് പറയാൻ വേണ്ടി പറഞ്ഞല്ല. പുള്ളിക്കാരൻ പറഞ്ഞ വാചകങ്ങളിൽ വരുന്ന പൊരുത്തക്കേട് ആദ്യം പറയാന്ന് വെച്ചു. ആദ്യം അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാദങ്ങൾ, പതിഞ്ഞ പാദങ്ങൾ അതുപോലെ എടുത്ത് അവര് കൊണ്ട് കാണിക്കുന്നു എന്നാ പറഞ്ഞത്. രണ്ടാമത് അങ്ങേര് പറയുന്നുണ്ടായിരുന്നു ആ പാദങ്ങൾ കൊത്തിവെച്ചു എന്ന്. വേറെ പിന്നീട് വന്ന ആരോ കൊത്തിവെച്ചു. ഇതിൽ ഏതാണ് ശരി? പതിഞ്ഞതിന് ശേഷം പിന്നെ കൊത്തിവെക്കാൻ അവിടെ ആള് വന്നു, കൊത്തുപണിക്കാർ വന്ന് അവർ കൊത്തി വെച്ചിട്ട് പോയി. പതിഞ്ഞതിന് ശേഷം കൊത്തിവെച്ച് ഇന്ന് പറ്റൂലേ? അതെങ്ങനെ? സൗദി അറേബ്യ എല്ലാം വിട്ട്, ഈ സൗദി അറേബ്യയും വിട്ട് ആ പരിസരത്തുള്ള വിവരമുള്ള വേറെ കുറേ സംസ്കാരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവന്മാരെ എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ഇവിടെ വന്ന് ബീഹാറിലാണ് വന്നിരിക്കുന്നത്. ബീഹാറിലുള്ളവർ സംസ്കാരം ഇല്ലാത്തവരൊന്നല്ല. നമ്മൾ ലാലു പ്രസാദ് യാദവ് നല്ല ഒരു ചീഫ് മിനിസ്റ്ററൊക്കെ ആയിരുന്നു. ഒന്നുമില്ലെങ്കിലും പോത്ത് കച്ചവടക്കാരനായിരുന്നു.
അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം കൂടിയായ ബീഹാർ ശരിക്കല്ലേ? അല്ല, ഈ കൊത്തി വെച്ചത് വേറെ എങ്ങും പോകാതെ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ ഇതെങ്ങനെ ഇവർ മെഷർ ചെയ്തു, ഇതെങ്ങനെ ഇതിൻ്റെ ഡേറ്റിംഗ് എങ്ങനെ അവർ ചെയ്തു? മറ്റേ ഡേറ്റിംഗ് അല്ല, എങ്ങനെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് അവർ ചെയ്തോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ താടി എങ്ങനെയാണ് അയാൾ ചുമപ്പിച്ചത്? ഒരാൾ താടി ചുമപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് സംശയം. ഈ കല്ല് നമുക്ക് പിന്നെ എവിടെ വേണമെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാം, പക്ഷേ ഈ താടി എങ്ങനെ ഉണ്ടാക്കിയെടുത്തുന്നുള്ളൂ? പറ. അല്ല, നമ്മൾ ഈ സാധാരണ ഒരു ഇംപ്രിന്റ് ഉണ്ടാവുന്നത് നമ്മൾ എന്തിനാണ് കൊത്തേണ്ട ആവശ്യമുണ്ട്? അത് കൊത്തുക എന്ന് പറഞ്ഞാൽ സ്കൾപ്റ്റ് ചെയ്യാന്നല്ലേ, നമ്മൾ ഭാവനയെന്ന് നോക്കിയിട്ട് സ്കൾപ്റ്റ് ചെയ്തെടുക്കും. അത് കണ്ടിട്ടൊരു ഹ്യൂമൻ ഫുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു പടം കണ്ടുപിടിക്കാം. പറഞ്ഞോ, സംസാരിക്കും. അല്ല, അപ്പൊ ഇംപ്രിന്റ് എന്നും പറയുന്നുണ്ട്, സ്കൾപ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇംപ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ട് ഒരു പാദം പതിഞ്ഞത്, അത് മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ പാദം പതിഞ്ഞതിന്റെ ആ ഭാഗം മാത്രം എടുത്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ അത് എടുത്ത് സൂക്ഷിക്കുന്നതിനാണ് പതിഞ്ഞു ഇംപ്രിന്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ കൊത്തിയെടുത്തു എന്ന് പറഞ്ഞു, അതായത് പിന്നീട് അതിനുശേഷം ഒരു സ്കൾപ്റ്റർ അല്ലെങ്കിൽ അതുപോലെ സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് അത് സ്കൾപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇത് കൊത്തിയെടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പതിഞ്ഞതാണോ കൊത്തിയെടുത്തതാണോ എന്നുള്ളത് ഒരു സംശയം എനിക്ക് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് സംശയമുണ്ട്. എനിക്കും ഈ സംശയം വന്നു തുടങ്ങി. ഇപ്പോൾ എനിക്ക് സംശയം ശരിക്കും കാര്യമായിട്ട് വന്നു തുടങ്ങി. നമുക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. ഇതാണ് ആ സുന. എവിടെയത് ഉണ്ടോ? യു ക്യാൻ സീ ദിസ്. there it is. This is better. ഇത് വീണ്ടും മറ്റേ പ്യൂക്ക് വന്നല്ലേ? Hold on, sorry. Yeah, there it is. So this is what it is, okay? Now, ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ഹ്യൂമൻ ഫുട്ടിൻ്റെ ഒരു ആകൃതി അല്ലത്. കാരണം ഇങ്ങനെ അനാറ്റമി പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെയാണോ കാലിൻ്റെ ഷേപ്പ് വരുന്നത്? ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവണ്ടേ? ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്, ഇവിടെ ഒരു this doesn't look like a real foot. Yeah, this looks like a fake foot. ഈ ഓർത്തോപീഡിക് സർജൻസിൻ്റെ അടുത്ത് കാണിച്ചാൽ അവർ പറഞ്ഞുതരാം ഈ കാലിൽ എന്തൊക്കെയോ കാര്യമായ കുഴപ്പമുണ്ട്. മനസ്സിലായ? ഇത് കാലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദിസ് ഇസ് ജെന്യുവൻ ഫേക്കറി. ഇതും പൊക്കിയെടുത്താണ് ഇവന്മാർ നടക്കണത്. ഇത് ഞാനല്ലേ പറയണേ, ഇവന്മാരും ഇത് ഒന്നല്ല ഒരുപാടെണ്ണം ഉണ്ട്. കണ്ട, ഇതാണ് അടുത്തത്. ഇത് കണ്ട ഇത് കക്കൂസിനെ പോലെ ഉണ്ട്. ഇത് കാലിൻ്റെ ഒരു ഷേപ്പല്ല. ഇത് കണ്ട, ഇത് കാണാം. ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ഇത് മറ്റേ ക്ലോസറ്റിനെ പോലെ ഇല്ല. അതിന് അല്ല, ഈ മണ്ടൻ ഗുണാപ്പികള് പറ. അല്ല, ആ ഫൂട്ടിന്റെ ഇംപ്രിന്റ് എന്ന് പറയുന്നതിൽ ഒന്നുകിൽ ഈ ഫ്ലാറ്റ് ഫൂട്ട് ഉണ്ടല്ലോ, അതുപോലെ ആണെന്നുണ്ടെങ്കിലും അവിടെ ആ വരുന്ന അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാവും. there would be some kind of an arch. there's no arch in that foot. ആർച്ച് ഇല്ലാത്ത ഒരു ചെറിയൊരു ഇതുണ്ടാവില്ല. നിങ്ങൾ മണ്ണിൽ കാല് വെച്ച് നോക്ക്, അതുപോലെ ഉണ്ടായത്. അപ്പോൾ ഒരു ഇംപ്രിൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആരും അത് അംഗീകരിക്കില്ല. പിന്നെ തേഞ്ഞു പോയതായിരിക്കും, ആൾക്കാരിങ്ങനെ തൊട്ടുമുത്തി തേഞ്ഞതായിരിക്കാം, അതും ആവാം. അല്ല, ഇത് മിക്കവാറും തേയും. ഇത് തേണ്ട ലക്ഷണമുണ്ട്. കുറേ എണ്ണം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. 55 മിനിറ്റായി. താങ്ക് യു ഷാ ഇന്ന് നല്ല ഫോമിലായിരുന്നു. നമ്മുടെ അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ബ്രിങ് ഇൻ യുവർ ഇൻസൈറ്റ്സ്, യു മോർ ദൻ വെൽക്കം. നിങ്ങൾ വരൂ, നമ്മളുടെ പരിപാടിയിൽ ജോയിൻ ചെയ്യൂ. ഞാൻ ലിങ്ക് അയച്ചു തരാം. വാട്സാപ്പ് വഴി കോള് നടത്തി വരാൻ പറ്റുന്ന ഒരു രീതി ഞാൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ വാട്സാപ്പ് നമ്പർ, നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട്. യു ക്യാൻ ജോയിൻ ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മളിപ്പം ഓൾറെഡി 9,000 കഴിഞ്ഞെന്ന് തോന്നുന്നു, വിച്ച് ഇസ് റിയലി ഗുഡ്. സോ പെട്ടെന്ന് ചടപടയെന്ന് നമ്മളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡു
ഗെറ്റ് ഇൻ ടച്ച്. നിങ്ങളുടെ കമൻറ്റുകൾ അയയ്ക്കുക, സന്ദേശങ്ങൾ അയയ്ക്കുക. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, ടേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു സംഖ്യ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആൻഡ് വി വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് കോണ്ടൻറ്റ് എക്സ്ക്ലൂസീവ്ലി. അതിനുവേണ്ടിയുള്ളൊരു വ്യൂവർഷിപ്പ് എത്താത്തതുകൊണ്ടാണ് മെമ്പർഷിപ്പ് കോണ്ടൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. ബട്ട് പ്ലീസ്, ഇറ്റ് ഡസ് ഹെൽപ്പ് അസ് എ ലോട്ട്. നമ്മളുടെ ഇതുപോലുള്ള പരിപാടികൾ അവതരിപ്പിക്കാനും ഇവിടെ വന്നിരുന്ന് സമയം ചെലവഴിക്കാനും നമ്മൾ ഒരുപാട് പ്രചോദനം തരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഷാ. ആൻഡ് വി വിൽ ഡു ഇത്തവണ കറക്റ്റ് സമയത്ത് നമ്മൾ പരിപാടി തുടങ്ങി. 4 മിനിറ്റേ വൈകിട്ടുള്ളൂ കേട്ടോ. ഇത്തവണ നെക്സ്റ്റ് ടൈം നമ്മൾ ഈ 4 മിനിറ്റ് ലേറ്റ് ആവില്ല. വി വിൽ ഡു ഇറ്റ് എക്സാക്ട്ലി ഓൺ ടൈം. സോ താങ്ക് യു ഷാ ആൻഡ് ഗുഡ് ബൈ. താങ്ക്സ് ഗൈസ്.